സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ രാജ്യത്ത് പൊതുവിൽ വലിയ മുന്നേറ്റം സാമൂഹ്യ രംഗത്തുണ്ടായി എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ മലപ്പുറം ജില്ലയിലും പ്രത്യേകിച്ച് ഏറനാട്ടിലും സാമൂഹ്യ സാമ്പത്തിക രംഗത്ത് പോലും ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഭൂപരിഷ്കരണ നിയമവും അതേപോലെ തന്നെ ഈ ജന്മിത്വത്തിനെതിരായി പ്രവർത്തിക്കാനുള്ള ഒരു പ്രവണതയും ഒക്കെ കൂടി മിക്സ് ചെയ്തുണ്ടായ ഒരു കാരണം കൊണ്ടല്ലേ അങ്ങനെ സംഭവിക്കാൻ. മാത്രമല്ല കലാകാരന്മാരെ ഒരു പങ്ക് വളരെ വലുതാണ് ഇതിൽ. ഈ മാറ്റത്തിന് ഈ സാമൂഹ്യ മാറ്റത്തിന് ഊക്ക് കൂട്ടാൻ സാമൂഹ്യ സ്ഥിതിഗതികളെ ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരിക്കുന്നതിൽ കലാകാരന്മാർ, നാടകക്കാർ, പാട്ടുകാർ ഒക്കെ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങനെയാണ് ഈ ഇടതുപക്ഷവുമായിട്ട് ചെറുപ്പകാലം മുതൽ തന്നെ ബന്ധപ്പെട്ട് ഏത് കാലത്താണ്, എന്തായാലും കാരണം? അത് എനിക്ക് തോന്നുന്നത് ഒരു 49 കാലത്തിലായിരിക്കും തോന്നുന്നുണ്ട്. കാരണം അത് ഉണ്ടാവാൻ ഒരു സാധ്യത ഉണ്ടായത് എൻ്റെ ജ്യേഷ്ഠൻ മാനു മുഹമ്മദ് ഇങ്ങനെ നിലമ്പൂരായിട്ട് ഒരുപാട് ബന്ധമുണ്ടായിരുന്നു. ബാപ്പയുടെ മരണത്തോടു കൂടെ ഞങ്ങളൊക്കെ പാപ്പരായിരിക്കണ കാലത്ത്. അപ്പോൾ അവനിങ്ങനെ പോകുമ്പോൾ ബാപ്പ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സാമ്പത്തികമായിട്ട് കുറച്ച് ഗുണപരം ആയിരുന്നു അല്ലേ? ഞങ്ങൾ ഞാനൊക്കെ എന്തായിരുന്നു ബാപ്പക്ക് പണി? മരം കച്ചവടം ഉണ്ടായിരുന്നു, അങ്ങനെ കൽക്കരിക്കിൻ്റെ. അപ്പോൾ എങ്ങനെയാണ് സാമൂഹിക അത് ബാപ്പയാണെങ്കിൽ ഒരുപാട് പണിക്കാരുണ്ടായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ ഹരിജൻസ് ഒരു 40ഓളം ഹരിജൻസ് ഉണ്ടായിരുന്നു. അവരുടെ പിന്നെ കുടുംബങ്ങൾ ഒന്നേരം താമസിച്ചിരുന്നു. അപ്പോൾ ഈ എല്ലാ ആളുകളെയും വിളിച്ചു വരുത്തിയിട്ട് 4 മണിക്ക് ശേഷം ബാപ്പ പറയും, നിങ്ങളിലുള്ള കല നമ്മളുടെ കുട്ടികളുടെ മുൻപിൽ അവതരിപ്പിച്ചു കൊടുത്താൽ ഈ സമൂഹത്തിന് ഒരു മാറ്റം ഉണ്ടാവാൻ കഴിയുകയാണെങ്കിൽ അതൊരു നല്ലതല്ലേ. അപ്പോൾ 4 മണിക്ക് ശേഷം നിങ്ങൾ ഒരു പണിയും ചെയ്യണ്ടേ, നിങ്ങളിലുള്ള ഓരോ ആളുകളും ഓരോ കലകൾ അത് അവതരിപ്പിക്കുക. അങ്ങനെ അന്ന് പിന്നെ മുസൽമാൻ അതിൽ സ്ത്രീകൾ അന്ന് കിസ് പാട്ട് പാടും. അത് ഇങ്ങനെയായിരുന്നു: കാലച്ചെറുപ്പത്തിൽ തീറ്റിപ്പോറ്റി വളർത്തിയേ, ഒരു പെണ്ണായ കാലത്ത് കെട്ടിക്കൂടെ നിർത്തിയേ, ഉണ്ടായ മാരൻ മരിച്ചു പോകും സമയത്ത് അവരെ ഉന്മേഷ കൈ എടുത്തു വെച്ചെൻ്റെ മാറത്ത്. പാട്ടൊക്കെ അന്ന് കുട്ടികൾ നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ കേട്ടിട്ടുള്ള ഒരു പാട്ടാണ്. ഇത് വല്ലാത്തൊരു ആകർഷണീയതായിരുന്നു. പിന്നെ ഈ ഹരിജൻസിൻ്റെ കാളകളി, അതിൻ്റെ ആ ചെണ്ട കൊട്ടിയിട്ട് ആ കാളെങ്ങനെ പോകുമ്പോൾ അതിൻ്റെ പിന്നിൽ മുടിയും കഴിച്ചിട്ട് അങ്ങനെ പോകും. കുറേ ദൂരങ്ങൾ പോയാലും ഞങ്ങളെ വിലക്കാറുണ്ടായിരുന്നില്ല ഉമ്മയും ബാപ്പയും. കാരണം മരത്തുമ്മക്കായിരുന്നു ഞങ്ങൾക്ക് തെറ്റായിരുന്നില്ല, ചളി കളിച്ചാൽ തെറ്റായിരുന്നില്ല. അങ്ങനെ എന്ത് കുട്ടിത്തം എന്ത് ചെയ്താലും അതിനെ ഒരു ന്യായീകരിക്കില്ല, വിലക്കില്ല. ഹരിജൻസിൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു: തുമ്പ് കൈയുള്ളൊരു കൊയ്യാതേങ്ങ നമ്മുടെ മുറ്റത്തേങ്ങ ചവിട്ടലിയാ ചവിട്ടലിയാ എന്നിട്ട്. പിന്നെ കുഞ്ഞാനും വെള്ളത്തിനോയിട്ടേ ലെന്തേലിത്തര നേരം വെക്കിയതേ, ചെങ്കല്ലാരച്ചിട്ടും വെള്ളം കാലങ്ങിയിട്ടും വെള്ളം തേളിയോളം നിന്നതാണേ. ഇങ്ങനെയൊക്കെയുള്ള പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വളർന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇത്രയും ജനങ്ങൾ പല വിവിധ ആളുകളല്ലേ, അതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു മാറ്റം ഉണ്ടാകാൻ ഇതൊക്കെ ഉപകരിച്ചിട്ടുണ്ട്. അപ്പം ആ കാലഘട്ടത്തിൽ പിന്നെ ബാപ്പ പെട്ടെന്ന് മരണപ്പെടുകയും ഞങ്ങൾ പാപ്പരാണെന്നറിയാം. ആ പാപ്പരായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് എനിക്കൊരു 10-13 വയസ്സാവുന്ന ആ കാലഘട്ടത്തിലാണ് പിന്നെ ഒരു കുട്ടി അവിടെ പ്രസംഗിക്കാൻ വരുന്നുണ്ട്. നമ്മളെ ഒരു പാർട്ടിയുടെ ഒരു പിന്നെ മീറ്റിംഗ് അവിടെ നടത്തിയിട്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. അപ്പം അവിടെ പ്രസംഗിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു 13 വയസ്സുകാരൻ ഇങ്ങനെ പ്രസംഗിക്കാൻ വരുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും എന്നുള്ളൊരു അന്വേഷണം ഞങ്ങളൊക്കെ കൂടി നടത്തിയപ്പം അതെന്താണെന്നറിയോ, അപ്പോൾ ഈ പ്രസംഗം കേട്ടു ലോക കമ്മ്യൂണിസത്തെ പറ്റി, പിന്നെ എംഗൽസ്, പിന്നെ ക്രൂസ്ചേവ്, അങ്ങനെ പല ആളുകളെ പറ്റി ഉള്ള സംസ്കാരം, പിന്നെ കെ ദാമോദരൻ്റെ നാടകങ്ങളെപ്പറ്റി ഇതൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് ഈ കുട്ടി പ്രസംഗിക്കുന്നത് കണ്ടിട്ട് ഞങ്ങളാകെ ഞെട്ടി. ഞങ്ങളെല്ലാവരും അങ്ങനെ ഒരു ചിന്തയിലേക്ക് വരിക. ബാലൻ, നിലമ്പൂർ ബാലൻ. ഇവിടെ അന്ന് അവിടെ ഒരു പിന്നെ വായനശാലയുണ്ട്, എന്തോ ഒരു റെഡ് ക്രോസ് എന്തോ പേരുള്ള ഒരു വായനശാലയാണ്. അന്ന് അതിൽ സഖാവ് ബാലൻ, ബാലൻ, കുഞ്ഞുകുട്ടൻ തമ്പുരാൻ, ഡോക്ടർ ഉസ്മാൻ, പിന്നെ ടി.കെ. മാധവൻ, ഇങ്ങനെ കുറേ ആളുകളൊക്കെ ആയിരുന്നു. മോൻ ഇവിടെ നിന്നിട്ട് ഒരു പ്യൂണായി വർക്ക് ചെയ്തുകൂടെ എന്ന് വെച്ച് അവനത് വളരെ ഇഷ്ടമായി. കാരണം പഠിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു കുട്ടിയാണ്. അപ്പം പഠിക്കാൻ വായനശാലയാണല്ലോ. അത് വായനശാലയാണ്. അപ്പം അവിടെ വന്നിട്ട്
ഈ പുസ്തകങ്ങൾ ഓരോ പുസ്തകങ്ങളും എടുത്ത് ലോക ചരിത്രം പഠിച്ചിട്ടുള്ള ഒരു കുട്ടിയായി മാറി. ലോക കമ്മ്യൂണിസത്തെ പറ്റി പഠിച്ച് ഇങ്ങനെ ലോകത്തിനെ പറ്റി പഠിച്ച് കേരളത്തിൻ്റെ ചരിത്രത്തെയൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഇതാണ് ഇവിടെ പ്രസംഗിക്കാൻ വന്നത്. ഓ അത് അപ്പോൾ അപ്പോഴത്തേക്ക് എൻ്റെ ജ്യേഷ്ഠൻ മാനു മുഹമ്മദ് പാർട്ടി മെമ്പറായി. പിന്നീട് കുറച്ച് കാലം കഴിയുമ്പോഴാണ്, ഒരു 13 വയസ്സ് തികയുന്നതിൻ്റെ മുൻപാണ് എന്നെ പിടിച്ച് പിന്നെ ഒരു വയസ്സനായ 47കാരനായ ഒരു മനുഷ്യനെ പിടിച്ച് എൻ്റെ ബാപ്പയുടെ ഫ്രണ്ട് പാറാഞ്ചേരി മമ്മുണ്ണിയാക്ക പറഞ്ഞിട്ട് ഒരാൾ, അദ്ദേഹം വിളിച്ചിട്ട് പിന്നെ ഇന്നെ നിക്കാഹ് കഴിച്ചു കൊടുക്കാൻ ഒരുങ്ങുക. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു, കാരണം ഞങ്ങൾക്ക് ഈ മാറ്റങ്ങൾ അറിയാലോ. ഈ മാറ്റങ്ങൾ അറിയുന്നതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിലെ ഹരിജൻ നീലാണ്ടനെ കല്യാണം കഴിച്ചാൽ പോലും എനിക്ക് ആ മനുഷ്യനെ വേണ്ട. കാരണം ഷർട്ട് ധരിക്കില്ല, ഒരു സംസ്കാരമുള്ള ഭാഷയില്ല, വായ തുറന്ന അനാവശ്യം പറയുള്ളൂ. ഇതൊക്കെ കേട്ട് സഹിക്കാൻ വയ്യാതെ അത് പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ഒരു വളഞ്ഞ വടി എടുത്തിട്ട് എന്നെ അടിക്കാൻ വന്നു. അയാൾ വലിയ വടിയും കുത്തിപ്പിടിച്ചാൽ നടക്കുക. അടിക്കാൻ ഓങ്ങിയപ്പോൾ നിസ്സഹായരായ ഞങ്ങളല്ലേ, ഞാൻ പെട്ടെന്ന് സമ്മതിച്ച് 5 ദിവസത്തെ ദാമ്പത്യത്തോടു കൂടെ ഞാൻ അയാളോട് പുറത്ത് പോകാൻ പറയും. കാരണം മാനസിക പീഡനം, ശാരീരിക പീഡനം, എല്ലാ വിധത്തിലും എന്താണ് സംഭവിച്ചതെന്നറിയാതെ ആത്മഹത്യാശ്രമം നടത്തുന്നു. ഈ ആത്മഹത്യാശ്രമം നടത്തുമ്പോൾ അവിടുന്ന് ജ്യേഷ്ഠൻ വന്ന് രക്ഷിക്കുന്നു. അങ്ങനെ പിന്നെ കുറച്ച് ദിവസം എങ്ങനെയോ എന്തൊക്കെയോ ഒരു വറീസ് ഇതൊക്കെ കൂടെ ആയിട്ട് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ EKMU. പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ പ്രഗ്നൻ്റാണെന്നറിയാം. പ്രഗ്നൻ്റാണെന്നറിഞ്ഞപ്പോൾ അതിനേക്കാൾ വെപ്രാളായി. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞ് ഞാൻ കുട്ടിയെ പ്രസവിച്ച് പിന്നെ ജീവിക്കാൻ മാർഗ്ഗമില്ലാതെ നമ്മൾ വീട്ടു സാധനങ്ങളൊക്കെ വിറ്റ് തിന്നു, സ്പൂണടക്കം വിറ്റ് തിന്നു. ഉമ്മാക്കാണെങ്കിൽ ഒരു മെൻ്റൽ ഷോക്ക് എന്ന്, ബാപ്പയുടെ മരണത്തോടുകൂടെ മക്കളെങ്ങനെ പോറ്റും എന്നുള്ളതറിയില്ല. അതിൻ്റെ മുൻപിൻ്റെ ജ്യേഷ്ഠത്തി ഈ സീനത്തിൻ്റെ ഉമ്മ സ്വർണത്തിൽ കുളിച്ച് നിൽക്കുകയായിരുന്നു. എന്നിട്ടൊരു സ്ത്രീ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ട്, ഇതൊരു സ്ത്രീയാണോ, ഇതൊരു കുട്ടിയാണോ, സിനിമയിലുള്ള സീനത്ത് കൊന്ന പൂത്തതാണോ എന്ന് ചോദിച്ചത് എൻ്റെ ജ്യേഷ്ഠത്തിനെ പറ്റിയാണ്. അപ്പം അത്ര റിച്ചായി നിന്നിരുന്ന ഞങ്ങൾ പിന്നെ തെണ്ടേണ്ട ഒരു ഗതികേടിലേക്കാണ് വരുന്നത്. അതിന് മുമ്പ് പാർട്ടിയായിട്ട് ഒന്നുമില്ല, ഈ കുട്ടിയുടെ പ്രസംഗം കേട്ടതാണ്. അന്ന് മുതൽ ഞങ്ങൾ എല്ലാവരും പാർട്ടിയിലേക്ക് ഇങ്ങനെ കുത്തുന്നൊരു കാലം. അപ്പോഴാണ് ഈ നാടകം എന്താ പറഞ്ഞത്? അപ്പോഴാണ് EKMUവിന് ഒരു സംശയം. പിന്നെ നമ്മൾ ഈ ജന്മിത്വത്തിനെതിരായി പ്രവർത്തിക്കണമെങ്കിൽ, വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ജന്മിത്വത്തിനെതിരായി പ്രവർത്തിക്കാൻ കഴിയും. അതിനവരെ ബോധവൽക്കരണം നടത്തണമെങ്കിൽ നമുക്ക് നാടകം വേണം. അല്ല, എന്ത് ചെയ്യണം എന്ന് അന്വേഷിക്കാൻ ഐവളപ്പിൽ ഹസ്സൻ്റെ തൊടിയിൽ ഒരു പറങ്കിമാവൻ തോട്ടത്തിൽ വെച്ചിട്ട് ഒരു ജനകീയ കൂട്ടായ്മ എടുത്തു. ഈ കൂട്ടായ്മയിൽ EKMU ചോദിച്ചത്, എന്ത് ചെയ്യണം നമ്മൾ ഈ പ്രവർത്തനത്തിന്? അതിൽ ഒരാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഒരു നാടക രൂപത്തിലെടുത്താൽ നമുക്കൊരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ അതിന് കാരണം എന്താ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പിന്നെ നമ്മളൊന്ന് ഇത്തരം നാടകങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ നാടകം വരുന്നത്. അതിൽ അയമു പറഞ്ഞു, എങ്കിൽ ഞാനൊരു നാടകം എഴുതാം. ഉടനെ ഒരു വിരുദ്ധനായ ഒരാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഈ നാട് നന്നാക്കുന്നതിൻ്റെ മുൻപ് ഇജ്ജ് നല്ലൊരു മനസ്സിലാക്കാൻ നോക്കൂ. EKMU പറഞ്ഞു, എൻ്റെ നാടകത്തിൻ്റെ പേരതാണ്, ഇജ്ജ് നല്ലൊരു മനസ്സിലാക്കാൻ നോക്കൂ. അങ്ങനെ ആ നാടകം എഴുതുകയും ആ നാടകം അന്ന് അവതരിപ്പിക്കുകയും ചെയ്യേണ്ടത്. EMS നമ്പൂതിരിപ്പാട് പെരിന്തൽമണ്ണ കിസാൻ സമ്മേളനത്തിൽ ഈ നാടകം കാണുന്നു, ഇതിനെ വിലയിരുത്തുന്നു. അദ്ദേഹം റിവ്യൂ എഴുതുന്നു, ഇതിന് നല്ല 2 സ്ത്രീകളുണ്ടെങ്കിൽ സാമൂഹിക മാറ്റങ്ങൾക്ക് പറ്റുന്ന ഒരു നാടകമാണ് എന്നുള്ളൊരു റിവ്യൂ എഴുതി. അങ്ങനെ അന്വേഷിച്ചു ജാനകിനെ, അപ്പുവിൻ്റെ പെങ്ങളെ ജാനകിയെ കിട്ടി. ജാനകിയെ കിട്ടിയിട്ട് ഇവരെ ആ സന്തോഷത്തിൽ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ വരിക. വീട്ടിലേക്ക് വന്നപ്പം കയറി വരുമ്പോൾ ഞാൻ എൻ്റെ ഉമ്മയുടെ ഗ്രാമഫോൺ റെക്കോർഡിലുള്ള പാട്ട് കേട്ട് പഠിച്ചിട്ട്, അന്നെൻ്റെ കാലിനൊരു വീക്കമുണ്ട്, വേദന സഹിക്കാതായപ്പോൾ പാടിയതാണ് ഞാനത്. കാലിങ്ങനെ കയറ്റി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പാടി, ടുക്കരാക്കി മുജേ ജാനേ വാലേ ദുനേ അർമാനോ കി ദുനിയാ ലൂട്ടിലേ. ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഇവർ രണ്ടാളും കൈയടിച്ചു. അതിൽ ഞാനാകെ ചമ്മി. ഉടനെ അയമ്പോ ചോദിച്ച്, എന്തുകൊണ്ട് നമുക്ക് ഇവിടെ നാടകത്തിൽ എടുത്തുവിടാൻ? ഉടനെ ഞാൻ എഴുതിയിട്ട് ഒരു ഞാൻ റെഡിയാണ് കയറും. മാനുപ്പിയും പറഞ്ഞ്, അവൾക്ക് ഇഷ്ടമാണെങ്കിൽ വന്നോട്ടെ. ഉടനെ ഉമ്മ പറഞ്ഞു, നമുക്ക് പറ്റില്ല, നമുക്ക് ഭ്രഷ്ട് കൽപ്പിക്കും, ഇത് ഇസ്ലാം മതത്തിന് നിഷിദ്ധമാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്നൊരു വാക്കിൻ്റെ മനസ്സിൽ വന്ന്, അന്ന് ബാപ്പയുള്ള കാലത്ത് ആ സാമ്രാജ്യം മുഴുവൻ എൻ്റെ ബാപ്പേൻ്റെ കീഴിൽ, ബാപ്പയുടെ
ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നിരുന്ന മനുഷ്യരൊക്കെ ബാപ്പ മരിച്ചതിന് ശേഷം ഞങ്ങളോട് അടുക്കാറില്ല. ഞങ്ങൾ ഭക്ഷണം അത് സമ്പത്ത് കഴിഞ്ഞാൽ പിന്നെ അടുക്കൂല, അത് അപ്പോൾ സ്വാഭാവികം. ഇത് എൻ്റെ മനസ്സിൽ ഈ കുട്ടിയായ എൻ്റെ മനസ്സിൽ അതൊരു പിന്നെ വലിയൊരു ഷോക്കായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു രക്ഷിക്കാൻ കഴിയാത്ത ഒരു മതസ്ഥർ നമ്മളെ ശിക്ഷിക്കാൻ നടക്കണ്ട. ഇത് പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മക്ക് തോന്നുകയാണ് നമ്മൾ ശരിയാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ നാടകത്തിലേക്ക് പോകുന്നത്. നിങ്ങൾ ഈ നാടകത്തിലേക്ക് നിങ്ങൾ വരുന്നൊരു സമയമുണ്ടല്ലോ, അതുവരെ അതിനെപ്പറ്റി എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ആ സമയത്താണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. അന്ന് ഞാനൊരു 8ാം ക്ലാസ്സിൽ പഠിക്കുക. ഞാൻ വീട്ടിൽ നിന്ന് ഒരു 5-6 നാഴിക ദൂരത്ത് വന്ന് താമസിച്ച് ഒരു ലോഡ്ജിൽ ഞങ്ങൾ 2-3 ആൾ താമസിച്ചിട്ടാണ് 8 മുതൽ പഠിക്കുന്നത്. ഊരാട് എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൽ, അവിടെയാണ് ഞാൻ ജനിച്ചത്. വണ്ടൂരിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരത്ത് കിഴക്ക് മാറി ഒരു തനി ഗ്രാമം. അവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ. ഹൈസ്കൂളിൽ പഠിക്കാൻ വേണ്ടിയാണ് വണ്ടൂർ ടൗണിലേക്ക് വന്നത്. ആ കാലത്താണ് നിങ്ങളെ ഈ നാടകം. അപ്പോൾ അന്ന് ഇങ്ങനെ വരുമ്പോൾ ഞാൻ താമസിക്കുന്ന ഒരു ചെറിയ കെട്ടിടത്തിൻ്റെ മേലെ ഉള്ള മുറിയിൽ ഞങ്ങൾ 3 ആൾ. ഇതിൻ്റെ ആ കെട്ടിടത്തിൻ്റെ 2 ഭാഗത്തും 2 ബീഡി കമ്പനിയാണ്. ആ ബീഡി കമ്പനിയിലെ തൊഴിലാളികൾ അവർ മിക്കവാറും എല്ലാവരും ഇടതുപക്ഷക്കാർ, കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോൾ സ്കൂൾ വിട്ട് വന്നാൽ ഞാൻ ഈ ബീഡി കമ്പനിയിൽ പോയി അവരെ വർത്തമാനവും കേട്ട് അവരെ കാര്യത്തിലൊക്കെ അങ്ങനെ പങ്കെടുക്കും. അപ്പോൾ അവരിനോട് പത്രം വായിച്ചു കൊടുക്കാൻ പറയും, ചില ആഴ്ച പതിപ്പുകൾ. ഞാനതിങ്ങനെ വായിച്ചു കൊടുക്കും, പത്രം വായിച്ചു കൊടുക്കും. അവിടെ അവർ വീട് തരക്കും, ഞാനിത് വായിച്ചു കൊടുക്കും. അപ്പം അവർക്ക് പത്രം വായിച്ചു കൊടുക്കുമ്പോൾ ഈ പത്രം ഞാനും വായിക്കും, മനസ്സിലാക്കുമല്ലോ. വായിക്കുന്ന നവയുഗമാണ് ഒന്ന്. നമ്മുടെ കെ ദാമോദരൻ, ഈ കാറൽ മാർക്സിൻ്റെ ധനസത്വശാസ്ത്രം പരിഭാഷപ്പെടുത്തിയ ആളാണ് മൂപ്പർ. അതൊക്കെയാണ് ഈ വായിക്കുന്നത്. അപ്പോൾ ഒരുപാട് വിവരങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ചുരുക്കം പറഞ്ഞാൽ ആ 2 ബീഡി കമ്പനികളുടെ തൊഴിലാളികളുടെ ബന്ധത്തിൽ ഞാനൊരു തൊഴിലാളി പാർട്ടി അനുകൂലിയായി മാറി. സ്ഥിരമായിട്ട് ഞങ്ങളെ നാടകം കാണാൻ വന്നിരുന്നില്ലേ? അതെ, ആ ഒരു ബന്ധം കൊണ്ട് ഞാൻ നിലമ്പൂർ സിനിമക്ക് മാത്രമല്ല നാടകങ്ങൾക്കും രാഷ്ട്രീയ കാര്യങ്ങൾക്കും ഒക്കെ വരാൻ തുടങ്ങി. അങ്ങനെയാണ് നിങ്ങൾ അഭിനയിക്കുന്ന ആ ഇജ് നല്ല മനുഷ്യനാകാൻ നോക്ക് എന്ന നാടകം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. നിങ്ങൾ സാബിറ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ, ഒരു പെണ്ണ് വേറെ അഭിനയിച്ചിരുന്നു, അതാണ് ജാനകി. അപ്പോൾ ആ സാബിറ ഒരു ഘട്ടത്തിൽ നിങ്ങൾ അഭിനയിക്കുന്ന ആ സ്റ്റേജിൽ ഇതിലേക്ക് കയറി വരിക. അവർ വീട്ടിലിരുന്ന് നിങ്ങളിങ്ങനെ അരി ചേർന്ന് അപ്പോൾ സാബിറ കയറി വരുന്നത്. അപ്പോൾ സാബിറ പറയും, ആയിഷത്ത ഒരു പാട്ട് പാടുമോ? നിങ്ങൾക്ക് അതിൻ്റെ 2 വരി മൂളാൻ കഴിയുമ്പോൾ, ആശിച്ച പോലെ നടക്കൂല, ഇമ്പപ്പൂമത് വണ്ട് കുടിക്കൂല, കീരിയും പാമ്പും ഇണങ്ങൂല, തളിരായ കൽവതറിയൂല എന്ന് പറഞ്ഞിട്ട് വളരെ ഒരു ഉപദേശിക്കണമായി. അത് ആ പാട്ട് ഉടനീളം ഒരു പഴയ പാട്ടിൻ്റെ ആവർത്തനമാണത്. സമൂഹത്തിൽ പണ്ടേ ഉണ്ടായിരുന്ന ഒരു ഇതിവൃത്താണ് ആ പാട്ട്. പിന്നെ ഒരു പാട്ടുണ്ടായിരുന്നു അതിൽ, എനിക്ക് ഓർമ്മയുണ്ട്. അള്ള പടച്ചേ ഭൂമിയെ ഇന്നൊരു കൂട്ടര് കുത്തകയാക്കി നിർത്തി, അതിനുടെ അളവും അതിരുമേ ഇതുവരെ കണ്ടിടുകാത്തെ, ജന്മി അകലയിരുന്ന് അതിൽ വിളയുന്നത് തിന്നുകയാണേ. ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഏറനാടിൽ പ്രത്യേകിച്ചും മലപ്പുറം ജില്ല, മലബാർ കേരളത്തിൽ പൊതുവിലും ഉണ്ടായിട്ടുള്ള ഈ മാറ്റം ജന്മി കുടിയാൻ ബന്ധം അവസാനിപ്പിച്ചതാണ്. അതാണ്. അപ്പോൾ ആ കാലത്ത് കലാകാരന്മാരും പാട്ടുകാരും നാടകക്കാരും ഇവരെല്ലാം കൂടിയാണ് കേരളത്തിൻ്റെ മണ്ണ് ഉഴുതു മറിച്ച് ഈ മാറ്റങ്ങൾ ഉണ്ടാക്കി. ആ മാറ്റത്തിൻ്റെ കൂടെ കാറ്റിൽ ഒഴുകി ഞാനും നിങ്ങളെ കൂടെ എത്തിയെന്ന്. പക്ഷെ നമ്മൾ തമ്മിൽ അന്ന് പരിചയമില്ല എന്ന് മാത്രം. പക്ഷേ അതിന് മുമ്പ് കോൺഗ്രസ് ആയിരുന്നില്ലേ? ഇല്ല, ഞാൻ കോൺഗ്രസ് ആയിരുന്നത് 87-ലാണ്. 57 52 മുതൽക്ക് കമ്മ്യൂണിസ്റ്റ് അനുകൂലിയായി. 54-ൽ ഡിസ്ട്രിക്ട് ബോർഡ് തെരഞ്ഞെടുപ്പ്. അന്ന് പാർട്ടി സ്ഥാനാർത്ഥി സഖാവ് കുഞ്ഞാലിയാണ്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പാലാട്ട് കുഞ്ഞിക്കോയ, ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥി. അന്ന് ഈ മുന്നണിയൊന്നുമില്ല, PT വീരാൻകുട്ടി മുസ്ലിയാർ. അന്ന് സഖാവ് കുഞ്ഞാലിക്ക് വേണ്ടി പൊതുയോഗത്തിൽ ആദ്യമായി ഞാൻ പ്രസംഗം തുടങ്ങി. അതിനുശേഷം കോൺഗ്രസിലെത്തിന് 57-ലാണ്. കാരണം ഈ ജന്മി മുതലാളിത്തത്തിൻ്റെ ഭാഗമാണല്ലോ നമ്മളെ കുടുംബവും. കുടുംബത്തിലെ മുഴുവൻ ആളുകളും, പ്രധാനപ്പെട്ട എല്ലാ കുടുംബങ്ങളും നമ്മളെ ബന്ധുക്കളും കുടുംബങ്ങളുമാണ്.
അവരുടെ നിലനിൽപ്പിനും ആ താല്പര്യത്തിനും എതിരാണല്ലോ നമ്മളെ പ്രസംഗം. അതുകൊണ്ട് ഞാൻ ഒറ്റപ്പെട്ടു പോയി. ആ ഒറ്റപ്പെട്ട കാരണം പ്രായത്തിൻ്റെ ചെറുപ്പം, എല്ലാ ദൗർബല്യങ്ങളും കൂടി ഇണങ്ങിയപ്പോൾ രാഷ്ട്രീയം ഉപേക്ഷിച്ചു. ഒരു 56 മുതൽക്ക് അങ്ങനെ നിഷ്പക്ഷനായി നിന്നിട്ട് ആ കൂട്ടത്തിൽ അവരെന്നെ ശരിക്കും ഹൈജാക്ക് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അതിനൊരു കാരണമുണ്ടായി. അന്ന് കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി നല്ലൊരാളായിരുന്നു, PP ഉമ്മർ കോയ. അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വം ഇതെല്ലാം കൂടി അങ്ങനെയാണ് കോൺഗ്രസ് വണ്ടി കയറിയത്. 57 മുതൽ. പക്ഷെ എന്നാലും ചായ്വ് കണ്ടുതന്നെയായിരുന്നു. ചായ് വന്നു ഇന്നും ലൈൻ ചെയ്യാൻ വിട്ടിരുന്നില്ല. മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ വ്യക്തിത്വം, വ്യക്തിപരമായ രാഷ്ട്രീയത്തിലെ സമീപനത്തിലും അന്നും ഇന്നും ഒരു മാറ്റമില്ല. അതങ്ങനെ തന്നെ തുടർന്ന് വന്നു. അങ്ങനെ ഇന്നത്തെ പ്രശ്നം നമ്മളെ ഇടയിൽ ഭിന്നിപ്പിൻ്റെ വിത്ത് ശക്തിയായിട്ട് പ്രചരിപ്പിക്കുന്നു. ജാതി അടിസ്ഥാനത്തിൽ, മത അടിസ്ഥാനത്തിൽ, രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ. നമ്മുടെ ഏറനാട്ടിൻ്റെ ചരിത്രം വീണ്ടും കാലഘട്ടത്തിന്റെ പിന്നോക്കം കണ്ട് ആലോചിക്കുമ്പോൾ ഏറനാട്ടിൻ്റെ ചരിത്രം കാലഘട്ടങ്ങളിലേ ഇവിടുന്നാണല്ലോ ബ്രിട്ടീഷ് മേധാവിത്വത്തിനും ജമ്മിത്വത്തിനും എതിരായിട്ടുള്ള ലഹള പൊട്ടിപ്പുറപ്പെട്ടത്. അതൊരു ചെറിയ സംഭവം വലുതായതാണല്ലോ. ആ സംഭവം 10-11 മാസം ഏറനാട് താലൂക്കിൽ ബ്രിട്ടീഷ് ഭരണം ഇല്ലാതാക്കി 1921. അതിശക്തമായ പോരാട്ടമായിരുന്നു. അതിൽ ചില തെറ്റുകളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ എൻ്റെ ഉദ്ദേശം കറക്റ്റായിരുന്നു. വലിയ ആ ലഹള പൊട്ടിപ്പുറപ്പെടാണ്ടായ കാരണം അതിന് ഖിലാഫത്ത് എന്നുള്ള പറയുക. അന്നൊരു ഖിലാഫത്ത് സമരം ദേശീയ സ്വാതന്ത്ര്യ സമരക്കാർ തന്നെയാണ് ഉണ്ടാക്കിയതും. ദേശീയ സ്വാതന്ത്ര്യ സമരം നടത്തിയ നേതാക്കന്മാർ ഗാന്ധിജി, ഷൗക്കത്ത് അലി ഇവരൊക്കെയായിരുന്നു. അവർ വന്നിട്ടാണ് ഇവിടെ ഖിലാഫത്ത് കമ്മിറ്റി ഉണ്ടാക്കിയത്. ഇവിടുത്തെ മാപ്പിളരെ ഒന്ന് ഉഷാറാക്കാൻ ഗാന്ധിജി, ഷൗക്കത്ത് അലിയും കണ്ട ഒരു ഉപായമായിരുന്നു അത്. അന്ന് തന്നെ അബ്ദുറഹ്മാൻ സാഹിബൊക്കെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഇറക്കണ്ട, ഏറനാട്ടിലെ മാപ്പിളമാരെ ഇറക്കിയാൽ പിന്നെ തിരിച്ച് വിളിച്ചാൽ കിട്ടൂല. അത് മൈൻഡ് ചെയ്യാതെയാണ് ഇറക്കിയത്. ഖിലാഫത്ത് കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാൻ വന്നു, ആലി മുസ്ലിയാരെ. അതിനെ റെസിസ്റ്റ് ചെയ്തു. അതാണ് സമരത്തിൻ്റെ തുടക്കം. ആലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്യാൻ കിട്ടിയില്ല. അത് സംഘടനമായി അവിടെ കുറച്ചാൾ മരിക്കുകയൊക്കെ ചെയ്തു. അത് തിരൂരങ്ങാടി ടീമിൻ്റെ മുമ്പിൽ നടന്ന, പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ നടന്ന സമരമായിരുന്നു. ഇതോടുകൂടി മമ്പറത്തെ പള്ളി പൊളിച്ചു, ആലി മുസ്ലിയാരെ വെടിവെച്ചു, അങ്ങനെ പരന്നു. അന്ന് പത്രമില്ല, TV ഇല്ല, ചാനലും ഇല്ല. ഈ ഊഹാപോഹം പരന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇളകിയത്. ഇതാണ് 1921 ശേഷം ഇവർ ശക്തിയായിട്ട് ഇതിൻ്റെ ഇടയിൽ ഏത് സംഗതിയിലും പുരവന്ത വെളിച്ചത്ത് വാഴക്കൊല വെട്ടുമല്ലോ. ഈ സ്വാതന്ത്ര്യ സമരം തന്നെയായിരുന്നു അത്. അതിൻ്റെ വെളിച്ചത്തിൽ കുറച്ചാൾ ദീൻ നടപ്പാക്കാൻ തുടങ്ങി. അതാണ് ലഹളയിൽ കുറച്ച് വർഗീയത വന്നു എന്ന് പറയുന്നത്. ആഹ്വാനവും താക്കീതെന്ന് കേട്ടിട്ടില്ലേ? സാമ്രാജ്യത്വ ജന്മിത്വ കൂട്ടുകെട്ടിനെതിരായ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകണം, അതാണ് ആഹ്വാനം. താക്കീത് എന്താ? അതിൻ്റെ മറവിൽ വർഗീയ വിദ്വേഷം വളർത്തുന്ന ജാതി വിഘടന ശക്തികൾ സ്വാർത്ഥ താല്പര്യം നേടാൻ ശ്രമിക്കും, അതിനെ താക്കീത് ചെയ്യുന്നു, സൂക്ഷിക്കണം. അതാണ് EMSൻ്റെ ആഹ്വാനവും താക്കീതും. അപ്പോൾ അതായിരുന്നു ഈ 900. അന്നത്തെ സംഭവങ്ങളൊക്കെ ഒരുപാട് പറയേണ്ട. അതൊക്കെ ഏറനാട്ടിൻ്റെ ചരിത്രം പറയുമ്പോൾ അതിനെ നമുക്ക് മറക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ആഴ്ചത്തെ അതിൻ്റെ ഇടയ്ക്കൊന്ന് സിനിമയിലും കയറിയല്ലോ. അത് പിന്നെ KT മുഹമ്മദാണ് എന്നെ കൊണ്ടുപോയത്. പിന്നെ 61 കണ്ടമച്ചകോട്ട്. മാത്രമല്ല, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നാടകത്തിൽ സ്ത്രീകൾ തന്നെ ഇല്ലാത്തൊരു കാലം, അതിൽ സ്ത്രീയായിട്ട് വരിക, അതും ഒരു മുസ്ലിമായിട്ട് വരിക, അത് ഭീകരമാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു 5-8 നാടകം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ മുട്ടെന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് നാടകം കളിക്കാൻ പോയി. അവിടുന്ന് ചീറിപ്പാഞ്ഞു വരികയാണ് ഒരു കല്ല് എൻ്റെ നെറ്റിയിൽ കൊണ്ട്. വായിലൂടെ രക്തം ഇങ്ങനെ ഒഴുകുമ്പോൾ ആ ഉപ്പുരസം നുണഞ്ഞുകൊണ്ട് ഞാൻ ഡയലോഗ് മുഴുവൻ പറഞ്ഞു നിർത്തി. കാരണം എന്താ പറയുക, അപ്പോഴത്തേക്ക് നാടകം എന്താണ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ നാടകം കളിക്കുന്നത്, നമ്മുടെ സമൂഹത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്, ഈ പോക്കിന് നമ്മൾ കൊണ്ടുവരണമെങ്കിൽ എങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ബോധം മനസ്സിൽ വന്ന്. അതുകൊണ്ട് തന്നെ അത് തൊട്ട് നോക്കിയാൽ പിന്നെ ഈ കർട്ടൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ്. ഇന്നിപ്പോൾ ബാല്യം, അത് കഴിഞ്ഞ് പഠനം, അഭിനയം, പിന്നെ രാഷ്ട്രീയം, സാമൂഹ്യം, ഇങ്ങനെ നമ്മൾ രണ്ടാളും 2 വഴിക്കൊക്കെ പോയല്ലോ. ഇന്നിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു?
ചെയ്തതൊക്കെ നല്ലതിനായിരുന്നു എന്നാണ് തോന്നുന്നത്. അതൊക്കെ ഞാനിപ്പോഴും അത് തന്നെ വിശ്വസിക്കുന്നത്. പക്ഷെ സാമ്പത്തികമായിട്ട് എനിക്കൊരു നേട്ടം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും ഞാൻ എനിക്ക് സന്തോഷമാണ്. ഈ വയസ്സുകാലം ഒരു മോളല്ലേ ഉള്ളൂ? ഒറ്റ മോളേ ഉള്ളൂ. അവളെ വിവാഹിത പരാജയമായിരുന്നു. എന്നാലും അവളും ഡൈവേഴ്സാണ്. പിന്നെ കുറേ കാലങ്ങൾ ഇതൊക്കെ വിട്ടിട്ട് ഞാൻ ഗൾഫ് എന്നൊരു മലരാണിയനത്ത് പോയി. അവിടെ പോയിട്ട് 19 വർഷം നിന്ന് ഞാൻ. കാരണം അത് ഞാൻ പോകാൻ കാരണം തന്നെ നമ്മൾ KT മുഹമ്മദിൻ്റെ ട്രൂപ്പിൽ നാടകം അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് നാടകങ്ങളുള്ള ദിവസം KTയുടെ അനുജൻ ഇതുവരെ സഹകരിച്ചതിന് നന്ദി, ഇനി മുതൽ നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ ഞെട്ടി. അത് പറഞ്ഞ് ഞങ്ങളെ പിരിച്ചു വിടുക. അപ്പോൾ പിറ്റേന്നൊക്കെ നാടകമുണ്ട്. അപ്പോൾ അവർ പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇത് സംഘടിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മളറിയുന്നില്ല. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ മുൻപ് KT പ്രായമായി വരികയാണ്. അപ്പം ഞാൻ KTനോട് പറഞ്ഞു, KT നിങ്ങൾക്ക് പ്രായമായി വരുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ എന്താണെങ്കിലും ഒരു വിവാഹിതനാകണം. അവശനായി ഒരു പക്ഷേ കിടന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നോക്കണമെങ്കിൽ ഒരു സ്ത്രീ വേണമെന്ന് പറഞ്ഞിട്ട് 2-3 സ്ഥലത്ത് പിന്നെ നജിത്ത് നോക്കുകയുണ്ട്. ഞാൻ പെങ്ങന്മാരെയും കൂട്ടിയിട്ട് പോയിട്ടുണ്ട്. അതാ കാരണം. ഒരു പക്ഷേ അതായിരിക്കാം. അയാൾ കല്യാണം കഴിച്ചാൽ അവർക്ക് ഉള്ള വരുമാനം നിന്നു തോന്നിയിട്ടുണ്ടാവാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഞങ്ങളൊരു കുടുംബത്തിൽപ്പെട്ട ഒരു ചെക്കൻ വന്നിട്ട് പറഞ്ഞ്, താത്ത അവിടെ ഏതെങ്കിലും ഒരു സ്ത്രീനെ കിട്ടുമോ, ഒരു കുട്ടീനെ നോക്കാൻ പോകാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ നാടകത്തിന് വേണ്ടിയിട്ട് പോകാൻ പിന്നെ പാസ്പോർട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, വിസിറ്റ് വിസക്കൊക്കെ പോകാൻ. ഞാൻ പറഞ്ഞു ഞാൻ വരാറുണ്ട്. അയ്യോ വരില്ലായിരുന്നു, ഞാൻ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ പോയതാണ് ഞാൻ. 19 കൊല്ലം നിന്നു. അങ്ങനെ ഞാൻ സാംസ്കാരിക വേദികളൊന്നും പോയില്ല. എൻ്റെ പ്രധാന തൊഴിലും രാഷ്ട്രീയമായി മാറി, മറ്റതൊക്കെ വിട്ടേച്ച് വന്നു. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ പ്രായമായി. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ സംതൃപ്തനായ ജീവിതം നയിക്കുക. ഒരു വിഷമവും മനസ്സിൽ തോന്നാറില്ല. അതാണ് ആരോഗ്യത്തിൻ്റെ കുറച്ചൊരാരോഗ്യത്തിൽ ഞാൻ ജീവിക്കുന്നുണ്ട്. എന്താണ് ആയിഷാത്തൻ്റെ ആ ഒരു കാര്യം? മാനസികമായിട്ട് സംതൃപ്തി ഉണ്ട്. പക്ഷേ എനിക്കുള്ളത് ഒരു മോളാണ്, മോൾക്ക് 3 മക്കളാണ്. എൻ്റെ ആ കുട്ടികളൊന്നും വിദ്യാസമ്പന്നരായില്ല, പഠിക്കാനൊന്നും പറഞ്ഞയക്കാനൊന്നും മകൾക്ക് കഴിയാത്തതുകൊണ്ട് എന്താണെന്നും പറയില്ല. അവരൊന്നും ഒരു നിലയ്ക്കെത്താൻ കഴിഞ്ഞില്ല. ആ ഒരു വിഷമം എനിക്കുണ്ട്. അത്യാവശ്യം കലയും സംസ്കാരമൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു. അതെ, ഓക്കെ. അപ്പോൾ വളരെ സന്തോഷത്തിലാണ്. യെസ്, വളരെ നന്നായി. ശരി.